പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ജീവിതമാണ് മനുഷ്യനെന്ന് സ്വപ്നം കാണുന്നത്. എന്നാൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ള ജീവിതമാണ് ഏറ്റവും അർത്ഥപൂർണവും ഫലദായകവുമായ ജീവിതം. തിരമാലകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നാം കടലിനെ കടലെന്ന് വിളിക്കുന്നത്. തിരമാലകളില്ലാത്ത ഒരു നദിയെയോ പുഴയോ നാം അങ്ങനെ നാമകരണം ചെയ്യാറില്ല. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ജീവിച്ച് വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച് ഒരു സ്ത്രീയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഈ സ്ത്രീയെ നാം ധ്യാനിക്കുന്നു. അതിൻ്റെ 30-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഉടനെ യേശു തങ്കയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. യേശു കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ ഏറ്റവും ഉദാത്തമായ 4 ഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം തമ്പുരാൻ രക്തസ്രാവം ബാധിച്ച് ഈ സ്ത്രീയെ സൗഖ്യമാക്കുന്ന ഈ വേദഭാഗം നാം ധ്യാനിക്കുവാൻ. സൗഖ്യമാക്കുന്ന കർത്താവിന് തൻ്റെ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് സ്ഥലം ഒരു വിഷയമല്ല. സ്ഥലകാല പരിമിതികൾക്കപ്പുറമായി നമ്മെ സ്പർശിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും തമ്പുരാൻ കർത്താവിന് കഴിയും. വീട്ടിലോ വഴിയിലോ തെരുവിലോ ജോലിസ്ഥലത്തോ ദേവാലയത്തിൻ്റെ ഉള്ളിലോ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്തും കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഇറങ്ങി വരുന്ന കരമാണ്. സൗഖ്യദായകനായ കർത്താവിന് സ്ഥലം വിഷയമല്ലാത്തതുപോലെ സൗഖ്യമാക്കുന്ന വ്യക്തിയും വിഷയമല്ല. ഏതു വ്യക്തിയെയും യേശു സൗഖ്യമാക്കും. ഏത് പ്രായത്തിലുള്ള വ്യക്തിയെയും കർത്താവ് രൂപാന്തരപ്പെടുത്തും. അത് പുരുഷനോ സ്ത്രീയോ തമ്പുരാന് വിഷയമല്ല. ഏതു വ്യക്തിക്കും കർത്താവിൻ്റെ സൗഖ്യം സാധ്യമാണ്. മൂന്നാമതായി, കർത്താവിന് രോഗം വിഷയമല്ല. ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ യേശു തമ്പുരാന് കഴിയും. അത് നിൻ്റെ മനസ്സിൻ്റെ രോഗങ്ങളെയാണെങ്കിലും ശരീരത്തിൻ്റെ ക്ലേശങ്ങളെയാണെങ്കിലും ആത്മീക ജീവിത വഴികളിലെ പരാജയങ്ങളെ അപജയങ്ങളെയാണെങ്കിലും വ്യക്തിജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നവനാണ് സൗഖ്യദായകനായ ക്രിസ്തു. 4, സൗഖ്യമാക്കുന്ന കർത്താവിന് സൗഖ്യമാക്കുന്ന സമയം പ്രശ്നമല്ല. ഏത് സമയത്തും യേശു നമ്മെ സൗഖ്യമാക്കാൻ മതിയായ കർത്താവാണ്. പ്രഭാതമോ പ്രദോഷമോ മധ്യാഹ്നമോ അർദ്ധരാത്രിയോ ജീവിതത്തിൻ്റെ സംഘർഷഭരിതമായ ഏത് സമയങ്ങളിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്ന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് സൗഖ്യദായകനായ കർത്താവിൻ്റെ നിസ്തുല്യമായ 4-ാമത്തെ ഭാവം. അപ്രകാരമുള്ള ഒരു ക്രിസ്തുവിൻ്റെ അരികിലേക്കാണ് 12 സംവത്സരമായി രക്തസ്രവമെന്ന മാരകമായ രോഗം ബാധിച്ച്
ഈ സ്ത്രീ അടുത്ത് വരുന്നത്. ഈ സ്ത്രീയുടെ ജീവിതത്തെ കുറേ കൂടെ അടുത്ത് നാം ഒന്ന് പരിചയപ്പെടണം. പലതരത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിമിതികളും മാത്രമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് 12 വർഷമായി ഈ മാരകമായ രോഗം ബാധിച്ച് കഴിയുന്ന രക്തസ്രാവക്കാരി സ്ത്രീ. ഒന്നാമത്തെ പ്രശ്നം അവളുടെ ശാരീരികമായ പ്രശ്നമാണ്. ഒരു ശരീരത്തിൽ 12 വർഷമായി വിട്ടുമാറാത്ത രോഗം പേറി നടക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ അവസ്ഥകളും മനസ്സിൻ്റെ അവസ്ഥകളുമൊക്കെ എത്രയോ ദുഃഖസാന്ദ്രമായ അനുഭവമാണ്. അപ്പോൾ ശാരീരികമായി അവൾ രോഗിയാണെന്ന് പറഞ്ഞാൽ അത് അവളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ പോലും തകർത്ത് കളഞ്ഞ വിധത്തിൽ ഉള്ളൊരനുഭവമായി നാം മനസ്സിലാക്കണം. 2, സെറിമോണിയൽ ഇമ്പ്യൂരിറ്റിയാണ്. ന്യായപ്രമാണപ്രകാരം വിലക്കുള്ള രോഗമാണ് അവളുടെ രോഗം. സമൂഹം അവളെ അശുദ്ധ എന്നാണ് പേര് വിളിക്കുന്നത്. അവളെ കാണുവാനോ അവളോട് സഹൃത്വം പുലർത്താനോ അവളോട് ചേർന്ന് നടക്കാനോ അവളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനോ ആരും തയ്യാറല്ലാത്ത, എല്ലാവരാലും വെറുക്കപ്പെട്ട, എന്തിനേറെ മതവും ന്യായപ്രമാണം പോലും വിലക്ക് കൽപ്പിച്ച് ഭ്രഷ്ട് കൽപ്പിച്ച് രോഗം പേറുന്ന ഒരു സ്ത്രീയാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. അത് 1 വർഷമായിട്ടല്ല, 12 വർഷമായി ഈ സെറിമോണിയൽ ഇമ്പ്യൂരിറ്റിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടി. 3, അവളുടെ സാന്നിധ്യം ആരും ആഗ്രഹിക്കുന്നില്ലെന്നുള്ളതാണ്. 4 ആൾ കൂടുന്നിടത്ത് അവൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ആരും അവളുടെ സാന്നിധ്യം താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയുള്ള എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരനുഭവം. ഒറ്റപ്പെടുക എന്ന് പറയുന്നത് എത്രയോ മരണകരമായ ഒരു മാനസികാവസ്ഥയാണ്. അത്തരത്തിലുള്ള വലിയ സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നെ ആർക്കും വേണ്ട, എൻ്റെ സാന്നിധ്യം ആരും ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണെന്നുള്ള ചിന്തയിൽ കഴിയുവാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ രക്തസ്രാവം ബാധിച്ച സ്ത്രീ. നാലാമതായി അവളുടെ പ്രശ്നം ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. അവൾക്ക് പേരില്ല എന്നുള്ളത് ഇവിടെ പ്രസക്തമായൊരു കാര്യമാണ്. രോഗം ബാധിച്ച സ്ത്രീയുടെ മാരകമായ രോഗമാണ് അവളുടെ പേരായി പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ അവളെ പരിചയപ്പെടുത്തുന്നത് 12 സംവത്സരമായി രക്തസ്രാവമെന്ന രോഗം ബാധിച്ച രക്തസ്രാവക്കാരി സ്ത്രീ എന്നാകുമ്പോൾ അവളുടെ രോഗം അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൈന്യത തന്നെ, പ്രതിസന്ധി തന്നെ അവളുടെ പേരായി മാറിയ വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. പേര് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. അവൾക്ക് വ്യക്തിത്വമില്ലെന്ന് പോലും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അവൾക്കൊരു ഉടമയില്ല, അവളെ ഏറ്റെടുക്കുവാൻ ആരും തയ്യാറില്ല, അവൾക്ക് മേൽവിലാസമില്ല. അപ്പോൾ അത്തരത്തിൽ പേരില്ലാത്ത ഒരു സ്ത്രീയായി നാം ഇവളെ കാണുമ്പോൾ ഇവളുടെ പ്രശ്നത്തിൻ്റെ സങ്കീർണത എത്ര വലുതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രം മുൻപിലുള്ള, സാധ്യതകൾ ഒന്നുമില്ലാത്ത, തമ്പുരാൻ്റെ സൗകര്യത്തിലേക്ക് വരുവാനുള്ള എല്ലാ വഴികളും അടഞ്ഞുപോയെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവളാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ എന്നുള്ളത് നാം വളരെ ഗൗരവമായി കാണേണ്ടുന്ന ഒരനുഭവമാണ്. എന്നാൽ വിപരീതമായ അനുഭവങ്ങളെ നാം എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ഭക്തി വിവക്ഷിക്കപ്പെടുന്നത് എന്ന് നാം മറന്നു പോകരുത്. പ്രശ്നങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയായിത്തീരരുത്. പ്രതിസന്ധികൾ നമ്മളെ ഒരു കാരണവശാലും വചനത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയായിത്തീരരുത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായ ജീവിത അനുഭവങ്ങൾ ഒരു കാരണവശാലും ദൈവത്തോട് പരാതി പറയാനും പരിവേദനങ്ങൾ ഉതിർത്തുവാനും ദൈവസാന്നിധ്യം ഇഷ്ടപ്പെടാതെ മാറി നടക്കുവാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുവാൻ പാടില്ല. അവിടെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ അനുഭവം എന്നുള്ളത് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. എന്നാലോ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ തമ്പുരാൻ്റെ സവിധത്തിലേക്ക്, അവൻ്റെ പിന്നാമ്പുറത്തിലേക്ക് എത്തിച്ചെല്ലുവാൻ തക്കവണ്ണം അവളെ പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പ്രതീക്ഷയ്ക്ക് വലിയ വക നൽകുന്ന ഒരു പ്രതികരണമായി നാം ഇതിനെ മനസ്സിലാക്കണം. ഇവിടെ യേശു തമ്പുരാൻ അപാലവൃദ്ധം ജനങ്ങളും തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന തമ്പുരാൻ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇപ്രകാരം ചോദിക്കുകയാണ്, എന്നെ 'ആരാണ് തൊട്ടത്?' ഇതൊരു പക്ഷേ
വളരെ കോൺട്രഡിക്ടറിയായ വിരോധാഭാസപരമായ ഒരു ചോദ്യമായി പുരുഷാരത്തിനും പ്രത്യേകാൽ ശിഷ്യന്മാർക്കും തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവരുടെ പ്രതികരണം അത്തരത്തിലായത്. കർത്താവെ, ആരാ നിന്നെ തൊട്ടത് എന്ന് പറയുക പ്രയാസമാണ്. ധാരാളം ആളുകൾ നിന്നെ തിക്കിത്തിരക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആരാ തൊട്ടത് എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല എന്നു തന്നെയാണ് അവരുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ യേശു തമ്പുരാൻ അവരോട് പറഞ്ഞത്, അല്ലയോ ശിഷ്യന്മാരെ, തിക്കിത്തിരക്കുന്നവരെ കുറിച്ചല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പിന്നെയോ എന്നിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി പുറപ്പെടത്തക്കവണ്ണം എന്നെ ആഴമായി തൊട്ട, എന്നെ ആഴമായി സ്പർശിച്ച് ആരോ ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലുണ്ട്. അതാരാണെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് യേശു അവിടെ വ്യക്തമാക്കുകയാണ്. ഇവിടെ ഇതാ നാം ഗൗരവമായി അവളുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഈ സ്ത്രീ യേശുവിനെ സ്പർശിച്ചതിൻ്റെ നിസ്തുല്യമായ ഭാവങ്ങൾ എത്രയോ മാതൃകാപരമാണ്. നാം അവളെ ധ്യാനിക്കുമ്പോൾ, അവൾ യേശുവിനെ തൊട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്രകാരം നാം മനസ്സിലാക്കണം. ഒന്ന്, അവൾ യേശുവിനെ തൊട്ടത് തികഞ്ഞ ബോധ്യത്തോടെയാണ്. ഷീ ടച്ച്ഡ് വിത്ത് കൺവിക്ഷൻ എന്ന് നമുക്ക് പറയാം. തികഞ്ഞ ബോധ്യത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ, തിരിച്ചറിവോടെ, ദൃഢതയേറിയ വിശ്വാസത്തോടെ, നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് യേശുവിനെ അവൾ തൊട്ടത്. അവൾ വെറുതെ തൊട്ടതല്ല. എല്ലാവരും തിക്കിത്തിരക്കുന്നത് പോലെ തിക്കിത്തിരക്കലിൻ്റെ ഭാഗമായി നിൽക്കുവാൻ ഇഷ്ടപ്പെട്ട ഒരാളല്ല. അവളുടെ കൈ അബദ്ധത്തിൽ യേശുവിൻ്റെ തൊങ്ങലിൽ സ്പർശിച്ചു പോയതല്ല. അങ്ങനെയൊന്നുമല്ല അവൾ യേശുവിനെ സ്പർശിച്ചത്. താൻ ആരെയാണ് തൊടുന്നത്, ആരുടെ തൊങ്ങലിലാണ് താൻ സ്പർശിക്കുന്നത്, ഈ സ്പർശിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്നുള്ളത് വ്യക്തമായ ബോധ്യം ഉള്ളിൽ പേറിക്കൊണ്ടാണ് ഈ രക്തസ്രവക്കാരി സ്ത്രീ യേശുവിനെ സ്പർശിക്കുവാൻ ഇടയായിത്തീർന്നത്. തിരിച്ചറിവിൻ്റെ സ്പർശനം സൗഖ്യത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളത് ഈ സ്ത്രീയുടെ ജീവിതം നമുക്ക് നൽകുന്ന വ്യക്തമായ ഒരടയാളമാണ്. എന്തിനാണ് അവൾ തൊടുന്നത് എന്ന് അവൾക്ക് നന്നായി അറിയാം. നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം ദൈവത്തോടുകൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ആരാണെന്ന് അറിഞ്ഞു വേണം, തികഞ്ഞ ബോധ്യത്തോടെ വേണം, ദൃഢവിശ്വാസത്തോടെ വേണം, നല്ല ഉദ്ദേശത്തോടു വേണം തമ്പുരാൻ്റെ സവിധത്തിൽ നാം അടുത്ത് ചെല്ലുവാൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നു ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാത്തുവയ്ക്കുവാൻ ശക്തനാണെന്ന് ഉറച്ചുമിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിക്കുമ്പോൾ താനും കർത്താവുമായുള്ള ആഴമായ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ തീവ്രമായ ഒരു വെളിപ്പെടുത്തലായി നാം ആ വാക്കുകളെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇന്ന് എല്ലായിടത്തും ആൾക്കൂട്ടങ്ങളുണ്ട്. ഒരുപാട് കൂട്ടായ്മകളും ആരാധനാ കേന്ദ്രങ്ങളുമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. എന്നാൽ പലയിടങ്ങളിലുമൊക്കെ സംഭവിക്കുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ആരെ ആരാധിക്കുന്നു എന്നറിയാതെ ആരാധിച്ചു പോകുന്നു, ആരുടെ അടുക്കൽ ഇരിക്കുന്നു എന്ന് ബോധ്യമില്ലാതെ ഇരുന്നു പോകുന്നു. അത് പലപ്പോഴും നിത്യമായ നിലനിൽക്കുന്ന സൗഖ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നില്ല എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കണം, ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ പോലും വെറുതെ ജൽപ്പനങ്ങളായി മാറാൻ പാടില്ല. നാം വെറുതെ പള്ളിയിൽ പോകാൻ പാടില്ല. വെറുതെ അധരത്തിൽ നിന്ന് സ്തോത്രം പോലും ഉരുവിടുവാൻ പാടില്ല. വെറുതെ ആചരണത്തിൻ്റെ ഭാഗമായി വിശുദ്ധ മേശയിൽ പങ്കുകാരാകുവാനും പാടില്ല. നാം എന്തു ചെയ്താലും തിരിച്ചറിവോടും ദൃഢവിശ്വാസത്തോടും നാം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മിലേക്ക് സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ സൗഖ്യത്തിൻ്റെ സ്പർശനം അനുഭവിപ്പാൻ, അവൻ്റെ സൗഖ്യം അനുഭവിപ്പാൻ ഇടയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമതായി ഈ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമായ വിശ്വാസത്തിൻ്റെ ഭാവം അവൾ ഹൃദയനുറുക്കത്തോടെ യേശു തമ്പുരാനെ തൊട്ടു എന്നുള്ളതാണ്. അവളെ സംബന്ധിച്ച് ഇത് ഒരവസാനത്തെ വഴിയാണ്. അവളുടെ മുമ്പിൽ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. യേശു തമ്പുരാനിൽ നിന്ന്
സൗഖ്യം പ്രാപിപ്പാൻ കഴിയാതെ പോയാൽ ഇനിയും അവളുടെ മുമ്പിൽ ഒരുപക്ഷെ മരണം മാത്രമായിരിക്കാം ബാക്കിയുള്ളത്. ഇനിയും ശാപഗ്രസ്തമായ ജീവിതത്തിൽ അതിൻ്റെ സങ്കീർണതകളിൽ മാത്രം ഇനിയുള്ള കാലം ജീവിക്കുവാനുള്ള ഒരു വിധിയും പേറിയാകണം ഒരുപക്ഷെ അവൾ മടങ്ങിപ്പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആരും അറിയാതെ ആരും കാണാതെയാണെങ്കിൽ പോലും അവൾ യേശുവിൻ്റെ പിന്നിൽ വന്ന് വിശ്വാസത്തോടെ യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ടു എന്ന് പറയുമ്പോൾ അതീവ നുറുക്കമുള്ള ഹൃദയത്തോടെയാണ് അവൾ യേശുവിൻ്റെ മുമ്പിൽ അവളെ സമർപ്പിച്ചത്. അവൾ സമ്പൂർണമായി അടിയറ പറയുന്നത് പോലെ നാം അവളുടെ ഈ ഭാവത്തെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അവളുടെ മുമ്പിൽ ഇനിയും സാധ്യതകളൊന്നുമില്ല. കർത്താവേ, അങ്ങയ്ക്കല്ലാതെ എൻ്റെ ഈ മാരകമായ രോഗത്തെ സൗഖ്യമാക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെയാണ് അവൾ യേശുവിനെ അന്ന് തൊടുവാൻ ഇടയായിത്തീർന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയത് തീർച്ചയായും അർത്ഥവത്തായ ഒരു അനുഭവം തന്നെയാണ്. ഹൃദയനുറുക്കത്തോടുകൂടെ ആര് ദൈവസന്നിധിയിൽ വരുന്നു അവരിലേക്ക് ശക്തി പകരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഈ രക്തസഭക്കാരി സ്ത്രീയുടെ സൗഖ്യമാകൽ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നമുക്ക് ബോധ്യപ്പെടുവാൻ കഴിയുന്ന ഒരനുഭവമാണ്. കർത്താവിനെ നാം അഭിമുഖീകരിക്കുമ്പോൾ, അവനോട് ചേർന്ന് നടക്കുമ്പോൾ നാം ഒരു കാരണവശാലും അഹന്തയും നികളവും പേറി ദൈവസന്നിധിയിൽ വരുവാൻ പാടില്ല. എത്രത്തോളം വിനയപ്പെടുവാൻ കഴിയുമോ അവിടെയാണ് സ്വർഗം നമ്മിലേക്ക് താണിറങ്ങി വരുന്നത് എന്ന് നാം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. 99 വയസ്സുള്ള അബ്രഹാം പിതാവ് തൻ്റെ കൂടാരവാതിക്കൽ ഇരിക്കുമ്പോൾ തൻ്റെ കൂടാരത്തിന് മുമ്പിലൂടെ നടന്നു വന്ന് ദൈവപുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുന്നത് എങ്ങനെയെന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം അവിടെ കാണുന്ന ഏറ്റവും വിനയാന്വിതമായൊരു ഭാവം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു എന്നാണ്. മാക്സിമം പോസിബിൾ ഹ്യൂമിലിറ്റിയാണ്. ഇനിയും കുനിയണമെങ്കിൽ മണ്ണ് മാറ്റണം. അത്രമാത്രം വിനയാന്വിതനായി തൻ്റെ കൂടാരത്തിന് മുമ്പിൽ അടുത്തു വന്ന് ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ വിനയപ്പെടുന്ന ഒരു അബ്രഹാം പിതാവ് നമുക്ക് മാതൃകയായി തീരുവാൻ ഇടയായിത്തീരണം. സ്നാപയോഹന്നാന്റെ ജീവിതവും വ്യത്യസ്തമല്ലല്ലോ. എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാര കുനിഞ്ഞെഴുപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അത്രമാത്രം ദൈവം മുൻപാകെ തന്നെ വിനയപ്പെടുത്തി ഞാൻ കുറയണം, നീയോ എന്നിൽ വളരേണം എന്ന് മാത്രം ആഗ്രഹിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ വ്യക്തിയായി നാം സ്നാപയോഹന്നാനെ കാണുവാൻ ഇടയായിത്തീരണം. 2 പേർ പ്രാർത്ഥിക്കാൻ പോയ ഉപമ യേശു തമ്പുരാൻ പങ്കുവയ്ക്കുമ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പ് പോലെ കർത്താവ് ഉപമ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെയെല്ലാം ദൈവം ഉയർത്തും എന്നാണ്. നമുക്ക് ഹൃദയനുറുക്കത്തോടെ വിനയത്തോടെ എളിമയോടെ ദൈവത്തിനു മുമ്പിൽ അടുത്തു വരുവാൻ കഴിഞ്ഞാൽ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം നമ്മുടെ ശിരസിന്മേൽ വെച്ച് രൂപാന്തരപ്പെടുത്തുവാൻ അത് കാരണമാകുമെന്നുള്ളത് ഈ സ്ത്രീയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന 2ാമത്തെ പാഠമാണ്. 3ാമതായി നാം ഇവിടെ കാണുന്നത് ഷീ ടച്ച്ഡ് ഔട്ട് ഓഫ് ഫെയ്ത്ത് എന്നാണ്. വിശ്വാസത്തോടെയാണ് അവൾ യേശുവിനെ തൊട്ടത്. എൻ്റെ കർത്താവിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും, എൻ്റെ കർത്താവിന് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയൂ. കാരണം അതെൻ്റെ അനുഭവമാണ്. നമ്മിവിടെ വായിക്കുന്നത് അവൾ മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ആരാലും സുഖപ്പെടുത്തുവാൻ കഴിയാത്തവൾ എന്നാണ്. അപ്പോൾ അവൾ ഈ ഭൂമിയിൽ അന്വേഷിക്കാൻ പറ്റുന്ന എല്ലാ സൗഖ്യത്തിൻ്റെ ഇടങ്ങളെയും അന്വേഷിച്ചിട്ട് ഈ ലോകത്തിൻ്റെ ഏത് ശക്തമായ അനുഭവങ്ങളാലും സൗഖ്യമാകാൻ എനിക്ക് കഴിയില്ല, അതിനേക്കാൾ അപ്പുറമായി സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയൂ എന്നുള്ള വ്യക്തമായ വിശ്വാസത്തോടെയാണ് അവൾ യേശുവിൻ്റെ അരികിലേക്ക് അടുത്ത് വരുന്നത്. നമ്മിവിടെ വായിക്കുന്നത് അവളുടെ ആസ്തി മുഴുവൻ നഷ്ടമാക്കിയവളാണ്. അവളുടെ ആത്മാഭിമാനം മുഴുവൻ ചോർന്നുപോയവളാണ്. 12 വർഷമായി എല്ലാവരുടെയും മുറിമുറുപ്പും എല്ലാവരുടെയും എതിർപ്പുമൊക്കെ സഹിക്കേണ്ടി വന്ന ഒരു സ്ത്രീരത്നമാണ്. അതുമാത്രമല്ല, അവളുടെ ആരോഗ്യം മുഴുവൻ ചോർന്നുപോയ ഒരു സ്ത്രീയാണ്. എന്നാൽ അവൾ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയിട്ടും അവളുടെ ആരോഗ്യം ചോർന്നു പോയിട്ടും അവളുടെ ആസ്തി എല്ലാം കുറഞ്ഞു പോയിട്ടും അവൾ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച് വിശ്വാസം എന്നുള്ള വലിയ അനുഭവമാണ്
അവൾക്ക് സൗഖ്യത്തിലേക്ക് അവളെ നയിച്ചത് എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കുന്ന മൂന്നാമത്തെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾ യേശുവിനെ വിശ്വാസത്തോടെ തൊടുവാനും ആ സ്പർശനം യേശുവിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി അവളിലേക്ക് പകരപ്പെടുവാനും കാരണമായത് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഇതാ അവളെ യേശു വെറുതെ വിടുകയല്ല. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സൗഖ്യം പ്രാപിച്ച് ഈ സ്ത്രീ ആരാണെന്നറിയുവാനുള്ള ആവേശത്തോടെയാണ് യേശു ഇങ്ങനെ ചോദിക്കുന്നത്. തമ്പുരാന് അതറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ യേശു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് എന്നെ ആരാണ് തൊട്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി വന്ന ജനത്തിന് ഒരു മാതൃകയായി, ഒരു പാഠമായി അവളെ അവതരിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. ഇവിടെ ഇതാ അവൾ വിറച്ചും കൊണ്ട് തമ്പുരാൻ്റെ സൗകര്യത്തിൽ വന്ന് അവളെ സമ്പൂർണമായി അർപ്പിക്കുകയാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രസക്തമായ മറ്റൊരു കാര്യമുണ്ട്. യേശു തമ്പുരാൻ്റെ അരികിൽ വന്ന് സൗഖ്യം പ്രാപിച്ച് മകൾ മടങ്ങിപ്പോകേണ്ടത് അവൾ പൂർണ്ണതയില്ലാത്ത ഒരു സൗഖ്യത്തിൻ്റെ അനുഭവത്തോടെ അല്ല. അങ്ങനെ ആകാൻ പാടില്ല. പിന്നെയോ അവൾ ഉള്ളിൽ പേറുന്ന സൗഖ്യം നിർബന്ധമായും പൂർണ്ണതയുള്ള ഒരു സൗഖ്യം തന്നെ ആകണമെന്നുള്ള വലിയ താല്പര്യത്തോടെയാണ് യേശു തമ്പുരാൻ അവളെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് വിളിച്ചു വരുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. പ്രകാരം വന്ന ഈ പെൺകുട്ടിയെ യേശു തമ്പുരാൻ സംബോധന ചെയ്യുന്നത് മകൾ എന്നാണ്. നാം ഇവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. ആ മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് 34-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മകളെ എന്ന് പറയുമ്പോൾ നീ എൻ്റെ മകളാണ്, ഞാൻ നിൻ്റെ അപ്പനാണ്. നാം അല്പം മുമ്പ് ധ്യാനിച്ചപ്പോൾ പങ്കുവയ്ക്കപ്പെടുകയുണ്ടായി. അവൾക്ക് പേരില്ലായിരുന്നു എന്നുള്ളത് ഐഡൻറ്റിറ്റി ക്രൈസിസ് അവളെ വല്ലാതെ അലട്ടിയ ഒരു പ്രശ്നമാണ്. അവൾക്ക് ഉടമസ്ഥനുണ്ടായിരുന്നില്ല. അവളെ ഏറ്റെടുക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല. വ്യക്തിത്വം പോലും ഇല്ലാതെ പോയി എന്ന് പറയപ്പെടേണ്ടി വരുന്ന ഒരു ജീവിതം. പേരില്ലാത്തവളായി തമ്പുരാൻ്റെ അടുക്കൽ വന്നവൾ മടങ്ങിപ്പോകുന്നത് യേശു തമ്പുരാൻ്റെ മകളായിട്ടാണെന്ന് പറയുമ്പോൾ അവൾ പേരുള്ളവളായി യേശു തമ്പുരാൻ്റെ മകളെന്നുള്ള അവകാശവും പദവിയും ഏറ്റുവാങ്ങി മടങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അതാണ് സൗഖ്യത്തിൻ്റെ പൂർണ്ണത എന്ന് നാം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണം. രണ്ടാമതായി യേശു തമ്പുരാൻ അവളോട് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അല്ലയോ മകളെ, രക്ഷയുടെ അനുഭവത്തിന് വേണ്ടി നീ എങ്ങും പരതി നടക്കേണ്ട കാര്യമില്ല. ഇതാ രക്ഷ പൂർണ്ണമായി നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു തമ്പുരാൻ്റെ അരികിൽ നിന്ന് മടങ്ങിപ്പോകുന്ന നീ രക്ഷയുടെ ഉറപ്പോടുകൂടി തന്നെ മടങ്ങിപ്പോകാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ജീവിതത്തിൻ്റെ സത്തയായത്, ജീവിതത്തിൻ്റെ ഉണ്മയായത് രക്ഷയാണെന്നുള്ളത് നാം തിരിച്ചറിയണം. അത് നഷ്ടപ്പെട്ടു പോയപ്പോഴാണല്ലോ, നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖം പേറിയപ്പോഴാണല്ലോ ദാവീദ് തൻ്റെ കിന്നരം മീട്ടി ഇങ്ങനെ പാടുവാനിടയായി തീർന്നത്, ദൈവമേ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കിത്തരണമേ എന്ന്. എൻ്റെ ജീവിത വഴികളിൽ ഒരു കാരണവശാൽ നഷ്ടപ്പെടാൻ പാടില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ സത്തയായ, എൻ്റെ ജീവിതത്തിന് ഉണ്മയായ രക്ഷ കൈമോശം വരാൻ പാടില്ലാത്തത് കൈമോശം വന്നുപോയി തമ്പുരാനെ അത് മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച ദാവീദിൻ്റെ പ്രാർത്ഥന ഇവിടെ പ്രസക്തമായി നാം കാണണം. യേശു തമ്പുരാൻ പറയുന്നു, മകളെന്ന പദവി മാത്രമല്ല നിനക്ക് നൽകപ്പെടുന്ന രണ്ടാമത്തെ അനുഗ്രഹം രക്ഷയുടെ ഉറപ്പ് എന്നാണ്. മൂന്നാമതായിട്ട് അവളോട് പറയുന്നു, നീ സമാധാനത്തോടെ പോക എന്നാണ്. നിനക്ക് പകരപ്പെടുന്നത് നിത്യമായ സമാധാനമാണ്, നിലനിൽക്കുന്ന സമാധാനമാണ്. ഈ ലോകത്തിൽ ആർക്കും ഇന്നുവരെ നിനക്ക് തരുവാനും ആർക്കും ഇനിയും നിന്നിൽ നിന്ന് എടുക്കുവാനും കഴിയാത്ത നിത്യമായ അനശ്വരമായ സമാധാനത്താൽ നീ നിറയപ്പെട്ടിരിക്കുന്നു എന്നുള്ള മൂന്നാമത്തെ അനുഗ്രഹമാണ് ഈ സ്ത്രീക്ക് യേശു തമ്പുരാൻ നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്കും ആവശ്യം തമ്പുരാൻ നൽകുന്ന നിത്യമായ സമാധാനമാണ്. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ക്രിസ്തുവിൻ്റെ സമാധാനം. ഉദ്ധാനം ചെയ്ത തമ്പുരാൻ നമ്മിലേക്ക് പകർന്നു വയ്ക്കുന്ന സമാധാനം നിത്യമായ നഷ്ടപ്പെട്ടു പോകാത്ത സമാധാനമാണെന്ന് നാം മനസ്സിലാക്കുവാൻ ഇടയാകണം. ഈ സമാധാനമാണ് അവൾക്ക് തമ്പുരാൻ നൽകിയ മൂന്നാമത്തെ അനുഗ്രഹം. നാലാമതായി സെറിനിറ്റിയാണ്, അതായത് സ്വസ്ഥതയാണ്. സമാധാനമുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഒരു അടുത്ത പടിയായി നാം കാണണം. സെറിനിറ്റി, ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്നാണ്. സെറിനിറ്റി എന്ന വാക്കിൻ്റെ മനോഹരമായ അർത്ഥതലങ്ങൾ ഇപ്രകാരമാണ്: സ്വച്ഛത, പ്രസന്നത,
പ്രശാന്തത എന്ന് പറയുമ്പോൾ ശാന്തമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം അല്ലയോ മകളെ നിനക്ക് ഇന്നു മുതൽ കഴിയും എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സ്വസ്ഥതയും നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ശാന്തതയും ഒക്കെ കെടുത്തിക്കളഞ്ഞ് ഈ മാരകമായ രോഗം തമ്പുരാൻ്റെ കരങ്ങളാൽ നീക്കപ്പെട്ടപ്പോൾ നീ ഇനിയും എന്നും മനസ്സിലും ശരീരത്തിലും ആത്മാവിലും സുഖമനുഭവിക്കുന്നവളായി ജീവിക്കണം എന്ന് പറഞ്ഞ് തമ്പുരാനിത അവൾക്ക് ഈ സെറിനിറ്റിയും കൂടെ സ്വച്ഛതയും കൂടെ സമ്മാനിക്കുകയാണ്. നമ്മുടെ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ മാറ്റമില്ലാത്ത തമ്പുരാനാണ്. ആ തമ്പുരാൻ്റെ സന്നിധിയിൽ ആര് ഇപ്രകാരം അടുത്തു വരുന്നു അവർക്കെല്ലാം ഈ നിത്യമായ സൗഖ്യത്തിൻ്റെ ഉടമകളായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രതിസന്ധികൾ ഒരു സ്ത്രീയെ തകർത്ത് കളയുവാൻ അവൾ അനുവദിച്ചില്ല. തകരാതെ അത് കാത്തു സൂക്ഷിക്കപ്പെട്ടത് അവളുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അണഞ്ഞു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ അവൾ കാത്തു സൂക്ഷിച്ച വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. അങ്ങനെയെങ്കിൽ സൗഖ്യം അവൾ പ്രാപിക്കുകയായിരുന്നു. തമ്പുരാൻ നൽകുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറമായി വിശ്വാസത്തോടെ ആര് ദൈവമുൻപാകെ ജീവിക്കുന്നു അവർ എന്നും നിത്യമായ സൗഖ്യത്തിൻ്റെയും നിത്യമായ സമാധാനത്തിൻ്റെയും നിത്യമായ സന്തോഷത്തിൻ്റെയും ഉടമകളായി ഈ മണ്ണിൽ പാർക്കും എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന വളരെ ഉദാത്തമായ പാഠമാണ്. ഇപ്രകാരമുള്ള നിത്യമായ നിലനിൽക്കുന്ന സൗഖ്യമനുഭവിപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കണം.